ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ ഇടത് വലത് കുറുവാ സംഘങ്ങൾക്കെതിരെ പിണറായി വിജയൻ സർക്കാരിന്റെ യുവജന വിരുദ്ധതയ്ക്കെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച മാർച്ച് കലക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പ്രതിഷേധം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന്, ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സനാതന ധർമ്മ വിശ്വാസികളെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തുന്ന, അവരെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന അതിഭീകരമായിട്ടുള്ള ക്ഷേത്ര കൊള്ളകളുടെ നിരവധിയായിട്ടുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും ഇന്ന് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു കൊള്ള എന്നുള്ള നിലയിലേക്ക് ഈ അഴിമതി മാറിയിരിക്കുന്നു. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസങ്ങൾക്ക് മേൽ വ്രണമേൽക്കപ്പെട്ടിരിക്കുന്നു. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞയുടനെ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ഇതോടെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിനിടെ ചില യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇവരെയും കൊണ്ട് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അരുൺ കൈതപ്രം, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഖിൽ പ്രേം, ബിനു മോഹൻ, സിറ്റി ജില്ലാ പ്രസിഡന്റ് വിജിത് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി.